ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിംസ് അറിയാനുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഞ്ച ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിംസ് അരീന ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഗോസ്റ്റ് ഓഫ് സുഷിമയെ പറ്റിയുള്ളൊരു ചെറിയ റിവ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ ഗോസ്റ്റ് ഓഫ് സുഷിമ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അറൗണ്ട് 14 എപ്പിസോഡ് വെച്ച് നമ്മൾ ഗെയിം കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു ഗെയിം കളിച്ചതിന് ശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ എനിക്ക് ആ ഗെയിം കളിച്ച് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇച്ചിരി ലെങ്തി ആണോ എനിക്കറിയത്തില്ല. അപ്പം എനിവേ എന്തായാലും നമുക്ക് ഇൻട്രോ എന്തായാലും ചെറുതാക്കാം. അപ്പം ഒട്ടും തന്നെ വൈകിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഫോളോ മോർ വീഡിയോസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സോ ഈ ഗെയിമിൻ്റെ ഇനിഷ്യലി എനിക്ക് പറയാനുള്ളത് ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സും അതേപോലെ ഡീറ്റെയിലിങ്ങിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു ഗെയിം ഞാൻ കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വണ്ടടിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ഗ്രാഫിക്സും അതേപോലെ തന്നെ ഡീറ്റെയിലിങ്ങുമാണ്. ഞാൻ കളിച്ചത് മീഡിയം ഗ്രാഫിക്സിലാണ്. എൻ്റെ സിസ്റ്റം GTX 1650 ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് എനിക്ക് ഹൈ ഗ്രാഫിക്സ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, കാരണം ലാഗ് അടിക്കുന്നതുകൊണ്ട് ഞാൻ മീഡിയം ഗ്രാഫിക്സിലാണ് കളിച്ചത്. സോ മീഡിയം ഗ്രാഫിക്സിൽ പോലും എനിക്ക് നല്ല രീതിക്കുള്ളൊരു ഗ്രാഫിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആ ഗെയിം പ്രൊവൈഡ് ചെയ്തത്. കാരണം അതിൻ്റെ എൻവയോൺമെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിലിങ്സ് ആണെങ്കിലും എല്ലാം, ഈവൻ ദ കട്ട് സീനിൽ നിന്നും ഗെയിം പ്ലേയിലേക്ക് വരുന്ന ആ ഒരു സീക്വൻസ് പോലും അവർ ഭയങ്കര ബട്ടറി സ്മൂത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയൊരു 2-3 വർഷത്തിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഗെയിംസും വരുന്നത് ഒന്നെങ്കിൽ ഒരു ഫെയ്ഡ് അല്ലെങ്കിൽ ഒരു കട്ട്, ഒരു കട്ട് സീനിൽ നിന്ന് ഗെയിം പ്ലേയിലേക്ക് വരുമ്പോൾ ഒരു കട്ട് വരും അല്ലെങ്കിൽ ഒരു ഫെയ്ഡ് വരും. അങ്ങനെയാണ് സാധാരണ ഞാൻ കണ്ടുവരാറുള്ളത്. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത കട്ട് സീനാണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ടോപ്പിലും ബോട്ടത്തിലും ഒരു ബ്ലാക്ക് ബോർഡർ വരും. അത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് കട്ട് സീൻ പോലെ തോന്നിക്കാൻ വേണ്ടി. ആ കട്ട് സീനിൽ നിന്ന് ഡയറക്റ്റ് ഒരു ബട്ടറി സ്മൂത്തായിട്ടാണ് ഗെയിം പ്ലേയിലേക്ക് പോകുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് കട്ട് സീൻ പോലെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാമറ ആംഗിൾ മാറ്റാം. അതേപോലെ തന്നെ ഗെയിം പ്ലേ കീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്, എൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു ഗെയിം ഞാൻ കാണുന്നത്. അതാണ് എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പം ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവർ ഓരോ ഈച്ച് ആൻഡ് എവരി കോർണേഴ്സിലെയും സ്റ്റോറി ടെല്ലിംഗ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ചുമ്മാ ഓരോ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടില്ല ഗെയിമിനകത്ത്. ഓരോ ഈച്ച് ആൻഡ് എവരി ചെറിയ മൈനർ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും അതിനകത്ത് അവർ ഒരു പർട്ടിക്കുലർ റീസൺ കാണും, ഇല്ലാതെ അത് കൊണ്ടുവരത്തില്ല. ഇപ്പം എൻ്റെ ഗെയിമിലെ കണ്ടവർ അല്ലെങ്കിൽ ഗോസ്റ്റ് ഓഫ് സുഷിമ കളിച്ചവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് എത്രത്തോളം ഇത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കളിക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു സ്പോയിലറും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ മൈന്യൂട്ട് കാര്യമാണ്. നമുക്ക് പാത്ത് പറഞ്ഞു തരുന്ന ഒരു വിൻഡ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പാത്ത് പറഞ്ഞു തരുന്ന വിൻഡുണ്ട്. സോ ആ ഒരു വിൻഡ് പോലും ആ വിൻഡ് വരാനുള്ള റീസൺ, ആ വിൻഡ് എന്തിനാണ് നമുക്ക് പാത്ത് പറഞ്ഞു തരുന്നത് എന്നുള്ളത് വരെ ആ സ്റ്റോറിയിൽ അവർ പറഞ്ഞു പോകുന്നുണ്ട്. അത് അവർ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജിൻ സക്കായിയുടെ ഫാദറിൻ്റെ സോളാണ് നമുക്ക് വഴി കാട്ടിത്തരുന്നത് എന്ന രീതിയിലാണ് നമുക്ക് ആ ടെയിലിൽ പറഞ്ഞു പോകുന്നത്. സോ അതും ഒരു നല്ലൊരു ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് വേണം ജസ്റ്റ് ഒരു കാറ്റ് വന്ന് വഴി പറഞ്ഞു തന്നെയാണോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് അല്ലെങ്കിൽ അതൊന്നും മെൻഷൻ ചെയ്തില്ല എങ്കിൽ പോലും ആ ഗെയിമിന് ഒരു രീതിക്ക് അത് ബാധിക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലും അതവർ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ. പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ് വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ കളിച്ച ഗെയിംസുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ മിഷൻസ് മാത്രം കളിച്ചാൽ മതി. സൈഡ് മിഷൻസിന് അത്ര പ്രാധാന്യം കൊടുത്ത് വരുന്ന ഗെയിംസ് ഞാൻ കളിച്ചത് വളരെയധികം കുറവാണ്.
കാരണം ഞാൻ കളിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്പൈഡർമാൻ കളിച്ചിട്ടുണ്ട്, ഗോഡ് ഓഫ് വാർ കളിച്ചിട്ടുണ്ട്, ഗോഡ് ഓഫ് വാർ 4 കളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പ്ലേഗ് ടെയിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഗെയിമുകൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ എന്താണ് സൈഡ് മിഷൻസ് ഉണ്ട്, മെയിൻ മിഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ മിഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ചവറ് കണക്കിന് മിഷൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചവറ് കണക്കിന് മിഷൻസ് വന്നിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മിഷൻസ് അത് നല്ല വൃത്തിക്ക് അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് മെയിൻ കാര്യം. പിന്നെ അതിനകത്ത് എന്താണ് മെയിനായിട്ട് പറഞ്ഞു വരേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് മിഷൻസിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പം ഈ ഒരു ഗെയിമിനെ നമുക്ക് വേണമെങ്കിൽ ഒരു രീതിക്ക് വേണമെങ്കിൽ കളിക്കാം. മെയിൻ മിഷൻസ് മാത്രമായിട്ട് വേണമെങ്കിൽ കളിച്ചു പോകാം, കുഴപ്പമില്ല. മെയിൻ മിഷൻസ് മാത്രമായിട്ട് കളിച്ചു പോയാലും വലിയ വിഷയമില്ലാതെ നമുക്ക് വേണമെങ്കിൽ കളിച്ചു പോകാം. കുറച്ചൊക്കെ ഫ്രീ റോം ചെയ്യേണ്ടി വരും, കാരണം അതിന് ഒരു മിഷനിൽ നിന്ന് വേറെ മിഷനിലേക്ക് വരാനായിട്ട് ടൈം എടുക്കുന്നത് കൊണ്ട് അടുത്ത മിഷൻ നമുക്ക് സ്റ്റാർട്ടാവാനായിട്ട് ടൈം എടുക്കുമ്പോൾ ആ ഒരു ചെറിയ ടൈം ഗ്യാപ്പിൽ നമുക്ക് ചിലപ്പോൾ ഫ്രീ റോം ചെയ്യേണ്ടി വരും, മെയിൻ മിഷൻ മാത്രം കളിക്കുന്നവരാണെങ്കിൽ. ഞാൻ പക്ഷേ ബോത്ത് മെയിൻ മിഷനും സൈഡ് മിഷനും കളിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഫ്രീ റോം അടിക്കേണ്ട സാഹചര്യം വന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ മെയിൻ മിഷനോട് കൂടി സൈഡ് മിഷനോട് കളിച്ച് വരുമ്പം സ്റ്റോറി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതാണ് ആ ഗെയിമിൻ്റെ മെയിൻ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ സൈഡ് മിഷൻ നമ്മൾ മിക്ക ഗെയിമിനകത്തും കണ്ടിട്ടുള്ള കാര്യമാണ്, സൈഡ് മിഷൻ കളിച്ചാലും ഇല്ലെങ്കിലും സ്റ്റോറിയെ ഒരു രീതിക്കും ബാധിക്കാൻ പോകുന്നില്ല. കളിച്ചാൽ കളിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഒരു എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റോറിയിലെ സൈഡ് മിഷനോടെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഒരു മെയിൻ സ്റ്റോറി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഗെയിം എന്താണ് അഡിക്റ്റഡ് ആവും, അതേപോലെ കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് എന്താണ് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇൻക്ലൂഡിങ് എനിക്ക് മെയിൻ മിഷനേക്കാൾ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് സൈഡ് മിഷൻസ് ആണ്. ഇപ്പം സൈഡ് മിഷൻസ് എന്ന് പറയുമ്പോൾ ടെയിൽ ഓഫ് എന്താണ് നമ്മുടെ യൂന, അതേപോലെ തന്നെ നോറിയോ, നമ്മുടെ ലേഡി മസാക്കോ, ഇഷ്വാക്ക, അങ്ങനെയുള്ളവരുടെ 4 പേരുടെ ടെയിലാണ് പറഞ്ഞത്. പിന്നെ കെഞ്ചോ. അപ്പം ഇത്രയും പേരുടെ ടെയിലും നമ്മൾ കളിക്കണം. ഇവരുടെയും കൂടി ഈ 5 പേരുടെ സൈഡ് മിഷൻസ് നമ്മൾ കളിക്കുകയാണ് സൈഡ് മിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 പേരുടെയും സ്റ്റോറിയിൽ നമ്മളോട് ഇൻവോൾവ് ആവുന്നതാണ് സൈഡ് മിഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോറിയിൽ എന്താണ് നടന്നതെന്ന് കൂടി നമുക്കറിയാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇവരുടെ ലൈഫിലും കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഗെയിമിനകത്ത് വരുന്നുണ്ട്. ഇവരെയും കുറേ പേര് ചതിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവർക്കും കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ജിൻസക്കായ്ക്ക് നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇവർക്കും ഈ 5 പേർക്കും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവർ നമ്മളോടൊപ്പം ചേർന്നിട്ടാണ് ലാസ്റ്റ് ബോസ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇവർ ഈ ബോസ് ഫൈറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്ന് പ്രോപ്പർലി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവരുടെ ടെയിലൂടെ കളിച്ചാലേ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പം അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളിച്ച് വന്നാൽ എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മിഷൻ എന്തോ അവരോട് കളിച്ചാൽ മതി, അവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. അവരുടെ റിക്രൂട്ടിംഗ് മിഷൻ ഉണ്ട്, അതെന്തായാലും മാൻഡറ്ററി ആയിട്ട് കളിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പം അത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കളിച്ചില്ലെങ്കിലും നമ്മുടെ മെയിൻ മിഷൻ നമുക്ക് കളിച്ചു പോകാം. പക്ഷേ അത് കളിച്ച് കഴിഞ്ഞാൽ അവരുടെ മിഷനോടെ കളിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ മെയിൻ ഇത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മിഷനിടയിൽ വരുന്ന ഡയലോഗ്സ് നമുക്ക് തന്നെ ചില ഡയലോഗ്സിൽ എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് വേണ്ടി മാറ്റാം. നമുക്ക് ഓപ്ഷൻസ് തരും, 1 and 2 എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് തന്നിട്ട് ആ ഓപ്ഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്തുകൊണ്ട് ഡയലോഗ്സിനെയും അതേപോലെ തന്നെ അവർ തരുന്ന റിപ്ലൈസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ പഴയ സാമുറായി ഗെയിം ആയതുകൊണ്ട് സോഡ്സ് വെച്ചിട്ടുള്ള ഫൈറ്റാണ് മെയിനായിട്ടുള്ളത്. സോ ഈ ഒരു സാധനം സോഡും കാര്യങ്ങളും വെച്ചിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കളിച്ചതിൽ ഞാൻ കുറേ ആക്ഷൻ ഗെയിംസും കാര്യങ്ങളും കളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ഷൻ തോന്നിയിട്ടുള്ളത് സ്പൈഡർമാനിലെ ആക്ഷനാണ്. സ്പൈഡർമാനത്തെ ആക്ഷൻസ് എന്ന് പറയുമ്പം ഒരു ബട്ടറി സ്മൂത്ത് ആക്ഷൻസാണ് കൂടുതൽ അതിനകത്ത് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കളിക്കുന്നൊരു പ്ലെയറിന്. പക്ഷേ നല്ല സ്മൂത്തായിട്ടാണ് അതിനകത്ത് ഓരോ ഫൈറ്റും വരുന്നത്. അതേ കണക്കിനാണ് എനിക്ക്
ഇതിനകത്താണേലും എനിക്ക് വന്നത്. കാരണം നമുക്ക് അത്ര റഫായിട്ട് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻസ് ആണ് ഞാൻ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും അതിനകത്ത് സ്റ്റെൽത്ത് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഫൈറ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ അതേപോലെ നമുക്ക് ഗ്യാജറ്റ്സ് ഉണ്ട്, പിന്നെ ഗോസ്റ്റ് മോഡുണ്ട്, അങ്ങനെ ഒരുപാട് മോഡും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര റിച്ച് ആയിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇഷ്ടത്തിൽ നമുക്ക് ഗെയിം പ്ലേയിലെ ആക്ഷൻസിനെ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതും എന്നെ ഭയങ്കരമായിട്ട് ബണ്ടടിപ്പിച്ചൊരു കാര്യം. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോസ് ഫൈറ്റ് അതേപോലെ തന്നെ കുറേ ഫൈറ്റ്സും മിഷൻസും ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രസമാണ് കളിക്കാൻ. കാരണം വാറായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നമുക്ക് കളിച്ചു പോകും, മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി നാളെ കളിക്കാമെന്നോ ഒന്നും പറ്റത്തില്ല. ആ ഒരു മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റെ ഒരു മിഷൻ ഇങ്ങനെ തീർത്ത് നമുക്ക് പോയിട്ടില്ല. ബൈ ദ വേ, പറഞ്ഞു വരുമ്പം ഞാനൊരു ഫൺ ഫാക്ടറാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗോസ്റ്റ് ഓഫ് സുഷിമ എന്ന് കേട്ടപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല ഗോസ്റ്റ് ഗെയിമാണ്. ഞാൻ ഗെയിമിനെ പറ്റി അധികം ഞാൻ കേട്ടിട്ടില്ല. ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ ഗെയിമാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചത് ഇതൊരു ഗോസ്റ്റ് ഗെയിം ആയിരിക്കും. ഞാൻ ലിറ്ററലി എനിക്ക് പ്രേതം നല്ല പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ നൈറ്റ് എനിക്ക് പേടിയാണ്. മോർണിംഗ് ഇനിയും കുഴപ്പമില്ലാത്ത ആളാണ്. അപ്പം അങ്ങനെ വരുന്ന എനിക്ക് ഞാൻ ഈ ഗോസ്റ്റ് ഗെയിം എങ്ങനെ നൈറ്റ് സ്ട്രീം ചെയ്യുമോ എനിക്ക് പേടിയാണ്. ഞാൻ ഈ പറഞ്ഞ മറ്റേ ഇതുണ്ടല്ലോ, ഒരു പ്രേത ഗെയിമുണ്ട് ഫാസ്മോഫോബിയ, അത് വാങ്ങിച്ചിട്ട് പോലും ഞാൻ കളിക്കാതെ വെച്ചേക്കും ഇതുവരെ. അപ്പം അങ്ങനെ വരുന്ന ഞാൻ ഈ ഗോസ്റ്റ് ഓഫ് സുഷിമ എങ്ങനെ കളിക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ കളിച്ചപ്പോഴാണ് ഈ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അപ്പം എൻ്റെ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മസ്റ്റ് ട്രൈ ദിസ് ഗെയിം. കാരണം ഇപ്പം 2020 ഇറങ്ങിയ ഗെയിമാണ്. ഓൾമോസ്റ്റ് കുറേ പേര് കളിച്ച് കാണും, കളിക്കാത്തവരും കാണും, കളിച്ചവരും കാണും, കളിച്ചുകൊണ്ടിരിക്കുന്നവരും കാണും. കളിക്കാനുള്ളവർ എന്തായാലും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, വർത്ത് ഇറ്റ് ആയിരിക്കും. പിന്നെ എവിടേക്കോ ഫാർ ക്രൈ ടച്ച് ഉണ്ട്. പക്ഷേ ഫാർ ക്രൈ ടച്ച് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റിങ്ങിലും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഫാർ ക്രൈ ടച്ച് ഉണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഫാർ ക്രൈയിൽ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ വില്ലന്മാർ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ഇതിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വില്ലന്മാർ ക്യാമ്പ് ചെയ്ത് നിൽപ്പുണ്ട്. ഓരോ മംഗോൾസിൻ്റെ ക്യാമ്പിങ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ ബേസിക് സ്റ്റോറി ഞാൻ എന്തായാലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കളിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് സ്റ്റോറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ അതേപോലെ ഇപ്പം ഓൾമോസ്റ്റ് 15 മിനിറ്റാണ് ടൈം വീഡിയോ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ സ്റ്റോറിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഓരോ ഈച്ച് ആൻഡ് എവരി സീൻസ് എടുത്ത് വെച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട്, ആഗ്രഹമുള്ള കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലറായി തോന്നും. എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഗെയിം കളിക്കാത്തവരെയും കൊണ്ട് ഗെയിം കളിപ്പിക്കണം എന്നൊരു ആഗ്രഹം. കാരണം എന്നെ പോലെ ഈ ഗെയിം അറിയാത്തവർ ചിലപ്പോൾ കാണും. സുഷിമ കളിക്കാത്തവരോ അല്ലെങ്കിൽ ഗെയിമിനെ പറ്റി അറിയാത്തവരോ അല്ലെങ്കിൽ ഗെയിം കളിക്കണം എന്ന് വിചാരിച്ചിട്ടും കളിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നവരും കാണും. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റോറി ഞാൻ പറഞ്ഞ് സ്പോയിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം ഐ ഹോപ്പ് എന്താണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മിഷൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റ ത്രൂ അല്ലെങ്കിൽ ചാറ്റ് ത്രൂ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ഗെയിമാണ്, മസ്റ്റ് ട്രൈ ആണ്, കളിച്ച് നോക്കുക. എപ്പോഴും നമ്മൾ ഒരേ ഗെയിം തന്നെ കളിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റോറി മോഡ് ഗെയിംസ് കളിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം പ്ലേ സ്റ്റോറി ടെല്ലിങ് ഗെയിംസ് അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിൻ്റെ റിവ്യൂവും അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ജിൻജ സൈനിങ് ഓഫ് ഫ്രം ഗെയിംസ് അരീന ആൻഡ് ടാറ്റ. ഗുഡ് നൈറ്റ് ആണ്, കാരണം രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ
സ്ക്രിപ്റ്റ് വെൽ സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പെറുക്കിയാണ് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കാം. കുറേ നാളെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട്. സോ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണും. See you next video and tata guys, bye bye.